സങ്കടകരമാണ്. അമേരിക്ക, ഇസ്രായേൽ കൂടി ഇറാനെ അടിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആസ്ഥാനങ്ങളിൽ അടിക്കണം. അപ്പൊ അങ്ങനെ അടിക്കുമ്പോ ഇറാൻ നേരെ അടിക്കുന്നത് എവിടെയാണ്? ഖത്തറിൽ അടിക്കുന്നു. അമേരിക്കൻ സ്ഥാപനങ്ങളിലാണ്. ബഹ്റൈനിൽ അടിക്കുന്നു. അബുദാബിയിൽ ആൾ മരിച്ചു. 60 കുഞ്ഞുങ്ങളെയാണ് ഇറാനിൽ കൊന്നത് ഒരൊറ്റ ബോംബിങ്ങിൽ. 60 കുഞ്ഞുങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ നേരെ ഇറാനിലേക്ക് അടിക്കുന്നു. ഇസ്രായേൽ ചിരിക്കുന്നു, അമേരിക്ക ചിരിക്കുന്നു. ഇതിന് പ്രതികാരമായിട്ട് ഇറാൻ ബഹ്റൈനെ അടിക്കുന്നു, ഇറാൻ ഖത്തറിനെ അടിക്കുന്നു. അപ്പോഴും ഇസ്രായേൽ ചിരിക്കുന്നു. കാരണം എന്താ? നേത്തന്മാരല്ലേ, തല്ലിച്ചാവട്ടെ. നമുക്ക് അമേരിക്കക്ക് പിന്നെ ആയുധ കച്ചവടം നടക്കണം, അമേരിക്കക്ക് ആയുധ കച്ചവടം നടക്കണം, ഇസ്രായേലിൽ പൊട്ടിച്ചിരിക്കണം. അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര പറഞ്ഞാലും തലയിലോട്ട് കയറാത്തൊരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൾഫിൽ നിൽക്കുന്നവരെ, എന്റെ കൂടെ ഞാൻ നജീബ് സാഹിബിയുടെ നേരത്തെ പോകുന്നതാ. ബഹ്റൈൻ വഴിയാണ് ഞങ്ങളും വന്നത്. വ്യാമപാതകൾ മുഴുവനും അടച്ചിട്ടു. ഞങ്ങളോടൊപ്പം ഒരു 5 പേര് വന്നു. അവരൊക്കെ അവിടെ തങ്ങിക്കിടക്കുകയാണ്. പോകാൻ വേണ്ടി വന്നവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നില്ല. ആദ്യ ജോലി ലീവിന് വന്നവർ അവരൊക്കെ മുടങ്ങിപ്പോയി. ഇതൊക്കെ അപ്പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മലയാളി സഹോദരങ്ങൾ, ഇന്ത്യക്കാര്, കേരളക്കാര് പല രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്നിട്ട് അവരുടെ കുടുംബത്തിന് ഉറക്കയില്ല. പല പള്ളികളിലും ഖത്തറൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സ്കൂട്ടറും കൊണ്ടിറങ്ങിയ ഉച്ചരോ 1 മണിയാകുമ്പോഴേക്ക് ഖത്തർ എന്ന രാജ്യം ചുറ്റി വരാൻ കഴിയും. ഒരാഴ്ചക്കാലം ഒരു പ്രോഗ്രാമിനോട് നിന്നപ്പോ കണ്ട് മനസ്സിലാക്കിയത്, രാവിലെ ഒന്ന് ഇറങ്ങിയാൽ ഒരു 11:30-1 മണിയാകുമ്പോഴേക്ക് ഖത്തർ മുഴുവനും ചുറ്റി വരാൻ പറ്റിയ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അത്ര ഒരു ചെറിയ രാജ്യമാണ്. ബഹ്റൈന് സമാനമല്ല. അപ്പൊ ഈ ചെറിയ രാജ്യങ്ങളൊക്കെ അവർ ഇന്ന് നമ്മൾ തറാവീഹ് നിസ്കരിച്ചിട്ട് മനോഹരമായി ഇവിടെ നിന്ന് സലാം പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുന്നു. അവര് പുറത്തിറങ്ങുമ്പോ വെടിയൊച്ചയാണ്. എപ്പോഴാ മിസൈൽ വർഷിക്കുന്നത് പേടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ദുആകളിലും ലോക സമാധാനത്തിന് വേണ്ടി ഒരു കുഞ്ഞുങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല. അത് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളായാൽ പോലും, അത് അമേരിക്കയുടെ കുഞ്ഞുങ്ങളായാൽ പോലും, അത് സയനിസ്റ്റ് കുഞ്ഞുങ്ങളായാൽ പോലും കുഞ്ഞുങ്ങളാണ്. അവർ കൊല്ലപ്പെടാൻ പാടില്ല. ആരാണോ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ നയം. ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ദുആ രക്കുക. അല്ലാഹു സമാധാനം നൽകട്ടെ.